ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ചെറിയ വയ്യാഴികയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇട്ടുമില്ല. അപ്പോൾ നിങ്ങളൊന്നും കാണാനും കേൾക്കാനും പറ്റിയില്ല. അപ്പോൾ ഇന്നിതാ ഞാൻ പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് സമയമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇത് മോൻ്റെ വിവാഹ സമയത്ത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു മോൻ്റെ കല്യാണം. ആ സമയത്ത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, അതിൽ അച്ചായനും അമ്മമ്മയും കൂടി ചേർന്ന് എനിക്ക് കൊണ്ടു തന്നൊരു ഗിഫ്റ്റായത്. അപ്പോൾ അത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് പൊട്ടിച്ചപ്പോൾ നിങ്ങളെ കാണിക്കുക. എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളിത് പൊട്ടിച്ചെടുത്ത് കേട്ടോ. ഇത് നല്ല രസമുള്ള കുപ്പിപ്പാത്രങ്ങളാണ്. ഒന്ന് തെറ്റിയാൽ എല്ലാം പോയി കേട്ടോ. അപ്പം പിന്നെ സങ്കടമാവും നമുക്ക്. അപ്പോൾ 1-2 ഐറ്റം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ശരിക്കും അമങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസിന് ഇതൊരു എൻ്റെ കൊച്ചൊരു സന്തോഷം. അതിനോടൊപ്പം തന്നെ എനിക്കൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനും മോളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരത്തില്ലെന്ന് ആദ്യം പറഞ്ഞ് ലീവ് കിട്ടിയിട്ടില്ല, ലീവ് കിട്ടാത്തതുകൊണ്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താ പറയാനാ, സന്തോഷം ഇരട്ടിച്ചു. പെട്ടെന്ന് എന്നെ അറിയിക്കാതെ തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പം ഞാൻ വൈകിട്ട് 4-4:30 ആയപ്പോഴത്തേനും കുഞ്ഞുങ്ങൾ 2 പേരും ഇവിടെ വന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷം. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. മക്കളും നമുക്ക് ചുറ്റും എല്ലാവരും ഇരിക്കുമ്പോഴല്ലേ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആവും നമുക്ക്. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടില്ല. അനിയത്തിമാർ തനിച്ചല്ലേ, അപ്പോൾ അനിയത്തിമാരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം ക്രിസ്മസിന് എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. പപ്പയില്ല, പപ്പ ദൈവസ്ഥാനത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ അമ്മയുണ്ട്, അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കുണ്ട്. നമ്മുടെ അമ്മയെ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാ മക്കൾക്കും ഒരു വലിയ അമ്മ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ല, അമ്മയും പപ്പയും എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇന്ന് അമ്മ വരുന്നതിൻ്റെ ഒരു ത്രില്ലിലൊക്കെയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ സന്തോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ എനിക്ക് വലിയ ഹാപ്പിയാണ് തരുന്നത്. വലിയ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നതും ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കുന്നത്, അടുക്കി പെറുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വലിയ ഇഷ്ടങ്ങൾ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലത്തെ എല്ലാം 8 എണ്ണമായിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റ് ആയാലും സ്പൂണ് എല്ലാം, കപ്പ് അങ്ങനെ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് സ്റ്റാൻഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടെ വരെ ആയെന്നൊന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. അപ്പോൾ ക്രിസ്മസിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയാം. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് വന്ന് കാപ്പി കുടി, ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ കാപ്പി കുടിക്കുക. പിന്നെ ഞാൻ ക്രിസ്മസിന് മുമ്പായിട്ട് വീടെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുൽക്കൂടുണ്ടാക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊച്ചിലേ ഉള്ളൊരു പരിപാടി. അപ്പം നമുക്ക് അന്നൊക്കെ ഇങ്ങനെ ട്രീ മേടിക്കത്തില്ലല്ലോ, മരത്തിൻ്റെ കൊപ്പ് അല്ലേ വെട്ടി, അത് പൈൻ മരം അല്ലേ, അതിൻ്റെ അല്ലേ, അതാന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്ന്, എനിക്ക് പേരങ്ങ് മറന്നുപോയി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അന്ന് ഇതുപോലത്തെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കത്തില്ല, ബലൂണും അതും ഇതൊക്കെയാണ് കെട്ടിയിടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇഷ്ടമാണ്. അതിപ്പോഴും അത് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു പേടിയായി പൊട്ടിപ്പോകുമെന്ന്. അങ്ങനെ വന്നപ്പോൾ പിന്നെ അച്ചായൻ വന്നപ്പോൾ അച്ചായനെ കൊണ്ട് കുറേയൊക്കെ എടുത്തു. അപ്പോൾ അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ കുറേശ്ശെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. ഇപ്പോൾ പാചകം ക്രിസ്മസ് സ്പെഷ്യലൊക്കെ എല്ലാവരും ഒരുപാട് വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വയ്യാഴിക ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കുക. ഞാൻ കേക്കിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഇരുന്ന കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു വയ്യാഴിക വന്നപ്പോൾ ഒരുപാട് ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. 2-3 ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എവിടെ ആയിരുന്നാലും എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മക്കളുടെ അടുത്ത് പോകുന്നവർ കാണും, മക്കൾ നമ്മുടെ അടുത്ത് വരുന്നവർ കാണും അല്ലേ. അപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണുന്നവരുടെ മക്കൾ അടുത്ത് വരുന്നുണ്ട്? അതിൻ്റെ സന്തോഷത്തിലുള്ള അമ്മമാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. എൻ്റെ മോൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലോ, മക്കളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമല്ലേ. നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും അതെല്ലാം മറക്കും. അപ്പോൾ വീണ്ടും എന്താ പറയുക, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെ ഒരു നല്ല ക്രിസ്മസ് കാലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുക, സമാധാനത്തോടെ. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് യുവതലമുറകളൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്രയൊക്കെ ചെയ്യുക. ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അപകടങ്ങളാവാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുക.
അപ്പോൾ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഒരു സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാം ചായക്കുള്ളത് സ്പൂണുണ്ട്, കറിയൊക്കെ വിളമ്പുന്ന പാത്രമുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. സെറ്റെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ വീടെല്ലാം ഒന്ന് കുറേശ്ശെ ക്ലീൻ ചെയ്തു. അതിന് ശേഷം ഞാനിപ്പോൾ ചെറിയൊരു പുൽക്കൂട് വെച്ച്. അപ്പോൾ പകലായതുകൊണ്ട് ഇപ്പോൾ ലൈറ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടുമ്പോൾ രാത്രിയിലുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയല്ല, ചിലർ 25-ാം തീയതിയൊക്കെ ഉണ്ണിയേശുവേ വെക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ എല്ലാം ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു പോകും. കൊച്ചുനാളിൽ നമ്മൾ എന്തോരം ഓട്ടം ഓടുന്നില്ല ഇതൊക്കെ ചെയ്യാനും പള്ളിയിൽ പോകാനും അതുപോലെ കരോൾ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ ഇവിടെയും ചെയ്യുമായിരുന്നു. പപ്പ പോകാൻ പറയും. പപ്പ എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂട്ടത്ത് അങ്ങ് വിടും. അങ്ങനെ അന്നൊക്കെ എല്ലാവരും പോകും. ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ. അന്ന് എന്തുമാത്രം നടന്നൊക്കെയാണ് പോകുന്നത്. നല്ല രസമല്ലേ അതൊക്കെ. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മളിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുൽക്കൂടെല്ലാം നിങ്ങൾ വെച്ചോ? പുൽക്കൂട് വെച്ചവരുണ്ടോ? അല്ലെങ്കിൽ ട്രീ ഒക്കെ ഒരുക്കിയവരുണ്ടോ? വീടൊക്കെ എന്തായാലും ലൈറ്റിട്ട് എല്ലാവരും ഒക്കെ അലങ്കരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.